Then we played some games with the kids. Yes. After 4 p.m. After 4 p.m. We drink a tea with plum cake. Yes. Then I go to prepare for our dinner, Yes. special biryani. Yes. At 8 a.m., my father and mother and my brother and their children came my home, and we enjoyed our Christmas lunch. Yes. And at 10 p.m. we go to bed. Yes. Okay. Very good, Alisha. The preparation is Alisha. Very good. Very, very good. Yes. In the who can say? Yes. Who? That is not a problem. There is a way. Yeah. Yes. Achu, what a minute. Yes, Achu, continue. Pardon. Get up in the morning at Yes. 6:30 p.m. Yes. And next, washroom, Yes. brushing the teeth, Yes. and then Christmas celebration. Yes. Then you enjoyed Christmas celebration. Okay. Yeah. Then breakfast also. Okay, I do. After the lunch, preparing biryani. Oh, Alisa was going to be added Christmas. Okay. And then I go to play. Yes. Enjoy your life. Yes. Father, mother, brother, sister, cousins. Yes, a family get together. Okay. Yeah. Yes. Okay. And evening in church. Yes. Evening you went to church. Yes. Yes. After dinner, chora bean curry. Yes, chora and curry. Yes, okay. Then take it to bed. Okay. 11:30 a.m. Yes. Achu, sound കുറയുണ്ട്. അതിന്റെ ഇടയ്ക്കൊന്ന് കയറി വന്നായിരുന്നു. Okay. ഫോണിന് ഒരു പ്രോബ്ലം ഉണ്ട് കേക്ക്. Okay. ഇടയ്ക്കൊന്ന് ക്ലിയർ ആയി പിന്നെ അത് വീണ്ടും പോയി. Yes, I will come to you, Anju. Okay. ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ കേട്ടോ? Yes. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അനു എങ്ങനെയായിരുന്നു ക്രിസ്തുമസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യെസ്. ഓക്കെ. ഞാൻ അതിൻ്റെ അകത്ത് വീണ്ടും വരാം. അപ്പൊ അതിൻ്റെ അകത്തേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് നമ്മുടെ ലെസൺ ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളുടെ ഇമാജിനേഷൻ ഉള്ള ആളുകളാണെന്ന് എനിക്കത് ബോധ്യപ്പെടുന്നു. ഓ സോറി. യെസ്. ഹു ഈസ് ഡൂയിങ് പ്രയർ? ആരാണ് പ്രയർ? I am here.
Okay. Continue. Oh my God, I give it to all that I think or say or do, all my work and all my happy study. I will go give it to you today. Amen. Okay. Very good. Then who is doing the thought of the day? അതുണ്ടോ? ടീച്ചറൊക്കെ പറഞ്ഞില്ലേ? ഇല്ല. Signing on. Engineer ആണോ? The thought of the day. Okay. Engineer you continue. Winners are not people who never fail, but people who never quit. Yes, very good. ഈ ജീവിതത്തില് പലപ്പോഴും നമ്മൾ വിജയത്തിനോട് അടുത്തെത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പിന്മാറിയിട്ടുള്ളത്. ശരിയല്ലേ? വിജയിക്കാനായിട്ട് കുറച്ച് ദൂരം കൂടി ബാലൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനുമ്പ് നമ്മൾ പിന്മാറിപ്പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മാനേജിന് പറഞ്ഞ അത് കറക്റ്റ് ആണ്. വെരി ഗുഡ്. Then thought of the day is over. Signing on. സൈനിങ് ഓൺ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? യെസ്, കണ്ടിന്യൂ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റൈറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമാജിനേഷൻ ഒക്കെ എനിക്ക് മനസ്സിലായി. നമുക്ക് ഇന്ന് യൂണിറ്റ് നമ്പർ 2-ലാണ് നമ്മൾ കിടക്കുന്നത്. യൂണിറ്റ് നമ്പർ 2, നൗൺസ് ആൻഡ് പ്രോനൗൺസ്. യൂണിറ്റ് നമ്പർ 2, നൗൺസ് ആൻഡ് പ്രോനൗൺസ്. യെസ്, അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നൗൺ ആൻഡ് പ്രോനൗൺ. യെസ്, ഞാൻ വന്ന ആ ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതാനായിട്ട് ആരംഭിക്കുന്നവർക്ക് ഒരു ടിപ്പ് പോലെ SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ നമുക്ക് എഴുതി പോയി കഴിഞ്ഞാൽ തൽക്കാലം തെറ്റില്ലാണ്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയില് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് തന്നെയാണ് നൗൺ എന്ന് പറയും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൗണാണ്. യെസ്, നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നൗൺ? മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നാമം എന്ന് പഠിച്ച സംഗതിയാണ് ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എനിത്തിങ്. ഒരു പേരിനെ കുറിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയുന്നത്. ഇപ്പോ ശിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരല്ലേ? അപ്പൊ അതെന്താണ്? ഒരു നൗണാണ്. ഫുഡ്, ഭക്ഷണം, അതും ഒരു പേരല്ലേ? യെസ്, അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? അതും ഒരു നൗണാണെന്ന് പറയാം. യെസ്, നൗൺ. അപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നെയിം ഓഫ് എ തിങ്. ഒരു പേരിനെ കുറിക്കുന്ന എന്തിനേയുമാണ് നമ്മൾ നൗൺ എന്ന് പറയും. മറക്കാതിരിക്കുക. ഈ നൗണിനെ നമുക്ക് 4ആയിട്ട് വിഭജിക്കാം. ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 4. 4ആയിട്ട് നമുക്ക് ഇതിനെ വിഭജിക്കാം. അതിൽ ഒന്നാമത്തേനെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ എന്ന് പറയും. പ്രോപ്പർ നൗൺ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവില്ല. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാവും. യെസ്, പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയും. കറക്റ്റ്. നമ്മളിപ്പോ ഒരാളോട് സ്ഥലം ചോദിക്കാം, എവിടെ വീട് എറണാകുളത്താണ്. പ്രോപ്പർ പറയും, കൃത്യം പറയും. യെസ് അല്ലെ? എറണാകുളത്ത് എവിടെ വേണമെങ്കിലും ആവാലോ. യെസ്, അപ്പൊ നമ്മുടെ പ്രോപ്പർ എവിടെയും ചോദിക്കില്ലേ? ആ പ്രോപ്പർ എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കറക്റ്റ് ആയിട്ട് പറയണം. ഇപ്പൊ ഞാൻ പറയണം ശ്രീകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിഷ്ണുപ്രിയ ആവില്ല, ശ്രീകുട്ടി തന്നെ ആവുള്ളൂ അല്ല. കറക്റ്റ് ഒരു പേര് കൃത്യം. ഇപ്പൊ ഞാൻ പറയണം മദ്രാസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കൽക്കട്ട ആവില്ല, മദ്രാസ് തന്നെയാണ്. യെസ്, അങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്ന നൗണുകളെ നമുക്ക് എന്ത് പറയാം? പ്രോപ്പർ നൗൺ എന്ന് പറയാം. പ്രോപ്പർ നൗൺ എന്ന് പറയാം. യെസ്, അപ്പൊ അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്, പ്രോപ്പർ നൗൺ. രണ്ടാമത്തെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ നൗൺ എന്ന് പറയും. കോമൺ, അതായത് അതൊരു പേര് തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളെ ആയിരിക്കില്ല, ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും. ഒരു ഗ്രൂപ്പ് മുഴുവൻ കോമൺ ആണ്. ഇപ്പൊ നമ്മൾ പറയണം ആൺകുട്ടികൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിയാണ് വരുന്നത്. ആൺകുട്ടികൾ അതൊരു പേരല്ലേ? യെസ്, ആ ആൺകുട്ടികൾ എന്ന് പറയുന്ന പേര് കൊണ്ട് ഒരുപാട് ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികൾ ഇങ്ങോട്ട് വരും. യെസ്, അപ്പോൾ ഒരുപാട് ആളുകൾ. അപ്പൊ നമുക്ക് പറയാം ബോയ്സ്, ഗേൾസ്,
ചെയർ, ഫർണിച്ചർ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? കോമൺ നൗൺ എന്ന് പറയാം. കോമൺ നൗൺ. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. അബ്സ്ട്രാക്ട് നൗൺ. ഈ അബ്സ്ട്രാക്ട് നൗണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സൗന്ദര്യം, അത് നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ടാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ വശത്തായിട്ട് സൗന്ദര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എല്ലാവരും കൂടി നോക്കുമ്പോൾ സുന്ദരമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു പേരല്ലേ. ഇനി നമ്മൾ പറയണം മരണം, അതും ഒരു പേരല്ലേ. അത് നമുക്ക് കാണാൻ പറ്റും, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഒരാളെ നോക്കിയിട്ട് പറയുന്നു യൗവനം. യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പേരല്ലേ, പക്ഷെ നമുക്കത് ഇന്നതാണ് യൗവനം, ഇന്ന ഭാഗത്താണ് യൗവനം എന്ന് പറയാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി അസസ് ഇറ്റ്. നമുക്കത് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നൗണിനെ നമുക്ക് എന്ത് പറയാം? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. യെസ്. ഇനി ചില നൗണുകൾ നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കോമൺ നൗൺ പോലെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുന്നത് ബൊക്കെ. ബൊക്കെ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു പേരാണ്. പക്ഷെ ഈ ബൊക്കയിൽ ഒരു പൂവലല്ല ഉണ്ടാവുന്നത്, മോർ ദാൻ വണ്ണില്ല, ഗ്രൂപ്പാണ്. യെസ്. അതുപോലെ നമുക്ക് പറയാം ബഞ്ച് ഓഫ് കീസ്, താക്കോലിന്റെ കൂട്ടം. അതിൻ്റെ അതും അതൊരു പേരാണ്. ബഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒന്നിലധികം ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ് എന്ന് നമുക്ക് പറയാം. ആ നൗണിനെ 4 ആയിട്ട് വിഭജിച്ചു: പ്രോപ്പർ, കോമൺ, അബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ്. അപ്പൊ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. വീണ്ടും നമുക്ക് നൗണിനെ വേറെ 2 ആയിട്ട് നമുക്ക് വിഭജിക്കാം. അതിനെ പറയുന്ന പേരാണ് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ പറയുന്നത് ഒരു പേരാണ്. യെസ്, ചിലപ്പോൾ ആ പേര് നമുക്ക് എണ്ണാൻ പറ്റില്ല, അപ്പൊ അത് അൺകൗണ്ടബിൾ ആണ്. ചിലപ്പോൾ നമുക്ക് അതിനെ എണ്ണാൻ പറ്റും, അപ്പൊ അതെന്താണ്? കൗണ്ടബിൾ ആണ്. അപ്പൊ നൗണെ നമുക്ക് 2 ആയിട്ട് വേറെയും വേണമെങ്കിൽ നമുക്ക് വിഭജിക്കാം. വൺ ഈസ് കൗണ്ടബിൾ നൗൺ, നെക്സ്റ്റ് വൺ ഈസ് അൺകൗണ്ടബിൾ. ഇപ്പോ നമ്മൾ പറയുന്നത് അരി. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരി, അതൊരു പേരാണ്. 1 കിലോ പേര്. യെസ്, ആ 1 കിലോ അരി നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ, അപ്പൊ നമുക്ക് പറയാം അത് അൺകൗണ്ടബിൾ ആണ്. പക്ഷെ എന്റെ സുഹൃത്തുക്കൾ, മൈ ഫ്രണ്ട്സ്, നമുക്ക് എണ്ണാൻ പറ്റില്ലേ? അതും ഒരു പേരല്ലേ. യെസ്, അത് നമുക്ക് എണ്ണാൻ പറ്റും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? കൗണ്ടബിൾ എന്ന് പറയാം. യെസ്. അപ്പൊ സോ ഇൻ അഡീഷൻ ടു ദ 4 ഗ്രൂപ്പ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഗ്രൂപ്പിൽ നിന്ന് കൂടുതലായിട്ട് കൗണ്ടബിൾ നൗൺ എന്നും അൺകൗണ്ടബിൾ നൗൺ എന്നും നമുക്ക് അതിനെ വിഭജിക്കാം. യെസ്, എണ്ണാൻ പറ്റുന്നത്, എണ്ണാൻ പറ്റാത്തത്. വീണ്ടും നമുക്ക് പറയാം ചില നൗണുകളെല്ലാം തന്നെ സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളക്റ്റീവ്, കളക്റ്റീവ്, അനു കളക്റ്റീവ്. യെസ്. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ, ദർ ഇസ് ഓൺലി വൺ. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലൂറൽ എന്ന് പറയാം. യെസ്. അപ്പൊ സിംഗുലർ ആയിട്ട് നമുക്ക് വിഭജിക്കാം, പ്ലൂറൽ ആയിട്ട് നമുക്ക് വിഭജിക്കാം. യെസ്, ഇത് നമ്മൾ കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. യെസ്. അപ്പൊ നമുക്ക് സാഹിലത്ത്, സാഹിലത്ത്. യെസ്. Yes, sir. How are you, Sahilat? I am fine. Very good, very good, very good. Okay, okay, okay. അപ്പൊ സാധാരണ രീതിയിൽ ബോയ് എന്ന് ഞാൻ പറയും, ബോയ്. അതിന്റെ പ്ലൂറൽ എന്താണ് സാഹിലത്തെ? Girl. അല്ല, അതിന്റെ ഓപ്പോസിറ്റ്. Okay. Boys. ബോയ്സ് കറക്റ്റ് ആണ്. Boys. Oh. ബോയ്സ് കറക്റ്റ് ആണ്. ബോയ് എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ, ബോയ്സ് എന്ന് പറയുമ്പോൾ എന്തായി? അപ്പൊ ഞാനൊരു ചോദിക്കുന്നത് സാഹിലത്തെ, ഫിസിക്സ് എന്ന് പറയുമ്പോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ അല്ലേ സർ? കറക്റ്റ് ആണ് കേട്ടോ. വന്നത് കൊണ്ട് അത് എന്താവണമെന്നില്ല, പ്ലൂറൽ ആവണമെന്നില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എസ് ആണ്, പക്ഷെ അതെന്താണ്? സിംഗുലർ. ഓക്കെ, ഓക്കെ.
സാധാരണഗതിയിൽ SO ESO ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ എന്താവും? പ്ലൂറൽ ആവും. ഓക്കെ സാഹിബ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thanks. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ നയന, നയന, Yes, sir. യെസ്, ഹൗ ആർ യു നയന? Fine, sir. What about you? Oh, I am also very fine. Very good, very good, very good. Yes. അപ്പൊ ഞാനൊരു സ്പെല്ലിംഗ് ചോദിക്കുകയാണ്. മങ്കി സ്പെല്ലിംഗ് അറിയാം, MONKEY. അതിന്റെ പ്ലൂറൽ ഒന്ന് പറഞ്ഞേ. Monkeys. ആ സ്പെല്ലിംഗ് പറഞ്ഞേ. Last S, sir. Eh? MONKYS. YS. ഇനി നെക്സ്റ്റ് വൺ, ബേബി. BABY. യെസ്, അതിന്റെ പ്ലൂറൽ പറഞ്ഞേ. Babies. സ്പെല്ലിംഗ് പറഞ്ഞേ. BABIES. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇവിടെ നോക്കി, മങ്കി എന്ന് പറഞ്ഞപ്പോഴും ബേബി എന്ന് പറഞ്ഞപ്പോഴും രണ്ടും അവസാനിക്കുന്നത് എന്തിലാണ്? വൈയിലാണ്. പക്ഷേ ബേബി എന്ന് പറയുന്ന വേർഡിന്റെ IES ചേർത്തു, മങ്കിക്ക് എന്ത് ചേർത്തു? SC ചേർത്തു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. വൈ എന്ന് പറയുന്ന വേർഡിന്റെ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്നത് വവ്വൽ സൗണ്ട് ആണെങ്കിൽ AEIOU, അതിന്റെ കൂടെ SO വരുള്ളൂ പ്ലൂറലാകും. ഓക്കെ, മങ്കി എന്ന് പറഞ്ഞപ്പോ MONKEY ആണ്. വയുടെ അരികത്ത് കിടക്കുന്നത് വവ്വൽ സൗണ്ട് ആണ്, അതുകൊണ്ടാണ് S വന്നത്. ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ BABY, ബി എന്തല്ല? വവ്വൽ സൗണ്ട് അല്ല, അതുകൊണ്ട് അവിടെ എന്ത് വന്നു? IES വന്നു. പ്ലൂറലാക്കാൻ വേണ്ടി IES വന്നു. യെസ്, നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷീന ടോമി, ഷീന. Yes, sir. ഓക്കെ, ലേഡി എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ എന്ത് വരും? Lady. Ladies. ആ സ്പെല്ലിംഗ് പറഞ്ഞേ. LADYDIES. വെരി ഗുഡ്. IES കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. കാരണം എന്താണ്? വൈയുടെ തൊട്ടരികത്ത് കിടക്കുന്ന D ആണ്. D എന്തിൽ പെട്ടതല്ല? വവ്വൽസിൽ പെട്ടതല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് LADIES ആണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൗൺ എന്താണെന്ന് പറഞ്ഞു, നൗണിന്റെ ഗ്രൂപ്പുകൾ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഇനി നോക്കുന്നത് നൗണിന്റെ ജെൻഡർ ആണ്. ജെൻഡർ ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ അപേക്ഷകളൊക്കെ പൂരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു കോളമാണ് ജെൻഡർ. മെയിലാണ്, ഫീമെയിലാണ് എന്ന് നമ്മൾ പറയുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നത്. യെസ്, അതിനെ കുറിച്ച് കൂടി നമുക്ക് ഒന്നിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, സാധാരണഗതിയിൽ 4 ടൈപ്പ്. നേരത്തെ നമ്മൾ നൗണിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോഴും 4 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ അതിനെ തിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ജെൻഡറിൽ, ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മാസ്കുലിൻ. മാസ്കുലിൻ. ഈ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ മെയിൽ ഇത് കാണില്ലേ? MAIL, മെയിൽ, ആണ്, പുരുഷൻ ഇത് കാണില്ലേ? ആ ലിംഗമാണ് ഈ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മാസ്കുലിൻ എന്ന് പറയുന്ന പേരിൽ വേറെ മക്കളിലൊക്കെ ഉണ്ട്. മാസ്കുലിൻ ശക്തമായ കറുത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു പേര് കേൾക്കുമ്പോൾ, ഒരു നൗൺ പറയുമ്പോൾ, ആ നൗൺ പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആണിനെയാണെങ്കിൽ അതെല്ലാം എന്താണ്? നമുക്കത് പറയാൻ പറ്റും. അതൊക്കെ മാസ്കുലിൻ ജെൻഡർ ആണ്. ഞാൻ പറയുന്നത് ബോയ്. ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരല്ലേ? യെസ്. അപ്പൊ ആ ബോയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ഒരു മാസ്കുലിൻ ആണ്, ആണാണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം ബോയ് എന്ന് പറഞ്ഞത് ജെൻഡർ എടുക്കുമ്പോൾ അത് മാസ്കുലിൻ ആണ്. ഞാൻ വേറൊരു പേര് പറയുന്നു, അങ്കിൾ, അമ്മാവൻ. യെസ്, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതും എന്താണ്? മാസ്കുലിൻ ആണ്. യെസ്. അപ്പൊ നമുക്ക് ഒരു പേര് കേൾക്കുമ്പോൾ അതൊരു ആണാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എല്ലാത്തിനെയും പറയാം മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. അപ്പൊ ബോയ് അതിൻ്റെ അകത്ത് വരും, ഫാദർ അതിൻ്റെ അകത്ത് വരും, ബ്രദർ അതിൻ്റെ അകത്ത് വരും, കോക്ക്, പൂങ്കോഴി അതിൻ്റെ അകത്ത് വരും, ഹെൻ ഒന്നും വരില്ല. യെസ്. അപ്പൊ അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ഒരാണിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതാണ്
ഫെമിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ. ഫീമെയിൽ എന്ന് പറയുന്ന വീട് നമ്മൾ പറയാറില്ലേ, മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയാം. യെസ്, അപ്പൊ നമുക്ക് പറയാം ഫെമിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിയെയാണ്, ഒരു സ്ത്രീയെയാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് അതെല്ലാം എന്താണ് ഫെമിനിൻ ജെൻഡർ എന്ന് പറയും. ഫെമിനിൻ ജെൻഡർ. ഇപ്പൊ ഗേൾ എന്ന് പറഞ്ഞു, ഇപ്പൊ നമുക്കറിയാം അത് പെൺകുട്ടിയാണ് മനസ്സിലേക്ക് വരുന്നത്. അമ്മ, മദർ, അതും ഒരു പേരാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സ്ത്രീലിംഗമാണ്. യെസ്, അല്ലെങ്കിൽ സിസ്റ്റർ, അല്ലെങ്കിൽ ഡോട്ടർ. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഏതാണ്, ഒരു ഫെമിനിനാണ്. യെസ്, ഫീമെയിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പേര് കൊണ്ട് ഒരു പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സ്ത്രീലിംഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ഫെമിനിൻ എന്ന് പറയാം. അപ്പൊ രണ്ട് ഗ്രൂപ്പുകൾ ജെൻഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വൺ ഈസ് മാസ്കുലർ, നെക്സ്റ്റ് വൺ ഈസ് ഫെമിനിൻ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു സംഗതിയാണ് ന്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂട്ടർ ജെൻഡർ, ന്യൂട്ടർ. ഈ ന്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സംഗതി ന്യൂട്രലായിട്ട് നിന്നാൽ മതിയില്ല, അവിടെയും വേണ്ട ഇവിടെയും വേണ്ട, നടുക്ക് നിന്നാൽ മതി എന്ന് പറയില്ല, ന്യൂട്രൽ ആവാന്ന് പറയില്ല. യെസ്, അതിന്റെ അർത്ഥം നൈദർ മെയിൽ നോർ ഫീമെയിൽ എന്നാണ്. അതെന്തല്ല, ആണുമല്ല പെണ്ണുമല്ല, സ്ത്രീയുമല്ല പുരുഷനുമല്ല. യെസ്, മാസ്കുലിനുമല്ല ഫെമിനിനുമല്ല. ഇതിന്റെ ന്യൂട്രലായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, അതൊരു പേരല്ലേ, അതിന് നമുക്ക് മെയിലെന്നോ ഫീമെയിലെന്നോ തിരിക്കാൻ പറ്റും ഇല്ല. അപ്പൊ അതെന്താണ്, അത് ന്യൂട്രലാണ്, ന്യൂട്രലാണ്. ഇനി അതുമല്ല എങ്കിൽ മാംഗോ, അതും ഒരു പേരല്ലേ, അതിന് നമുക്ക് ആൺമാങ്ങ പെൺമാങ്ങ എന്നിരിക്കാൻ പറ്റില്ലല്ലോ. യെസ്, അപ്പൊ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ആൾസോ എ ന്യൂട്രൽ. ബുക്സ്, പെൻ, പെൻസിൽ, ടി വി, ഇതെല്ലാം പേരുകളാണ്. പക്ഷെ ഇതിന് നമുക്ക് ആൺപെണ്ണ് വ്യത്യാസം കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആൺപെണ്ണ് വ്യത്യാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളതിന്റെ ജെൻഡർ നമ്മൾ ന്യൂട്രൽ ജെൻഡർ എന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തേന് നമുക്ക് നൈദർ മെയിൽ നോർ ഫീമെയിൽ, മെയിലുമല്ല ഫീമെയിലുമല്ല. പിടികിട്ടിയല്ലോ. യെസ്, നാലാമത്തേത് ഒന്നും കൂടിയിട്ട്. ആ നാലാമത്തേന് പറയുന്ന പേരാണ് കോമൺ ജെൻഡർ, കോമൺ ജെൻഡർ. യെസ്, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂട്രൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ അകത്തുള്ള പ്രത്യേകത വേണമെങ്കിൽ അത് ആണാവോ അല്ലെങ്കിൽ അതൊരു പെണ്ണാവോ, രണ്ടിനും ചാൻസാണ്, ഈക്വൽ ചാൻസാണ്. 50-50 ചാൻസിലാണ് നടക്കുന്നത് ഇതിനകത്ത് കോമൺ ജെൻഡർ. ഉദാഹരണമായിട്ട് പറയുന്നു, അവൾക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി എന്ന് പറയുന്ന ഒരു പേരാണ്. ഇറ്റ് ക്യാൻ ബി എ മെയിൽ ചൈൽഡ് ഓർ എ ഫീമെയിൽ ചൈൽഡ്. അത് വേണമെങ്കിൽ ആ കുട്ടി ആൺകുട്ടിയാവാം, അല്ലെങ്കിൽ എന്താവാം, പെൺകുട്ടിയാവാം, രണ്ടും ആവാം. യെസ്, ഇനി ഒരു വിദ്യാർത്ഥി അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അത് മെയിൽ സ്റ്റുഡന്റ് ആവാം, അതുമല്ല എങ്കിൽ ഫീമെയിൽ സ്റ്റുഡന്റ് ആവാം. എന്റെ ഫ്രണ്ട് വരും, ആ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, ഈക്വൽ ചാൻസ് ആണ്. യെസ്, ഞാൻ ഇന്ന് എന്റെ ശത്രുവിനെ കണ്ടു. ശത്രു എന്ന് പറയുമ്പോൾ എനിമി, ഒരു പേരാണ് എനിമി. അത് വേണമെങ്കിൽ ആരാവാം, ഇറ്റ് ക്യാൻ ബി എ മെയിൽ ഓർ ഇറ്റ് ക്യാൻ ബി എ ഫീമെയിൽ. എന്റെ ശത്രു വേണമെങ്കിൽ ഒരു ആണാവാം, അല്ലെങ്കിൽ അതൊരു പെൺകുട്ടിയാവാം. അപ്പൊ രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ ക്യാൻ ബി മെയിൽ ഓർ ക്യാൻ ബി ഫീമെയിൽ. വേണമെങ്കിൽ അത് ആൺകുട്ടിയാവാം, അല്ലെങ്കിൽ അത് പെൺകുട്ടിയാവാം. യെസ്, അപ്പൊ ആ ജെൻഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. 4 ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ ആൻഡ് കോമൺ. പിന്നീട് നമ്മൾ പറഞ്ഞത് കോമൺ ജെൻഡറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ എന്താണ് നൗൺ എന്ന് പറഞ്ഞു, നൗൺ എത്രയായിട്ട് വിഭജിക്കാന്ന് പറഞ്ഞു, ജെൻഡറിന്റെ കേസിൽ എത്രയായിട്ട് വിഭജിക്കാന്നുള്ളത് കൂടി നമ്മൾ സൂചിപ്പിച്ചു. യെസ്, ഇനി നമുക്ക് വേറെ ഒന്നിന്റെ കാര്യങ്ങൾ കൂടി ചെയ്യാം. നയന, Yes, sir. how are you?
Thanks, sir. We already talked. ഞാനൊരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ഹവാറിയോ ചോദിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഞാൻ Okay. ചോദിക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല. നയന, ഞാനോട് ചോദിക്കുന്നുണ്ട്. നയന, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. Sure, sir. Yes. Myself, Nana. I'm from Trivandrum, and I completed computer science diploma in computer science. And I have two children, uh, Anaya and Amaya. Then uh, that's it, sir. ഓക്കെ ഓക്കെ ഓക്കെ, നയന നമുക്ക് ശരിയാക്കി എടുക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നയനക്ക് ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് നയന കയറി പറഞ്ഞത്. അത്രയും പ്രതീക്ഷയില്ലാണ്ട് നിന്നിട്ട് നയന ഇത്രയും പറഞ്ഞില്ലേ. സോ ഐ അപ്രീഷിയേറ്റ് യു നയന. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നയന ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ സേതുലക്ഷ്മി, സേതുലക്ഷ്മി, യെസ്, നിങ്ങളെ പേടിച്ച് നിൽക്കട്ടെ, ധൈര്യമായിട്ട് വന്നോ. നിങ്ങളെ കൊണ്ട് പറ്റാത്തതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കില്ല. യെസ്, ഷീന ടോമി. Yes, sir. ഓക്കെ, ഈ നയന പറഞ്ഞതിൽ എന്തെങ്കിലും 2-3 പോയിന്റ് കൂടി ഉൾപ്പെടുത്താൻ ഷീനക്ക് തോന്നിയോ? ഇല്ല, ഒന്നോടെ എനിക്കതൊന്ന് ക്ലിയർ ആയില്ല. ഒന്നോടെ ഒന്ന് അതിനോട് പറയാൻ പറയോ? യെസ്, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് റെഡിയാക്കാം. യെസ്, അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം, അതായത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. യെസ്, ആ ജോലി കിട്ടാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ അഭിമുഖീകരിക്കുക. സേതുലക്ഷ്മി, ഞാൻ വരും. യെസ്, അഭിമുഖീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. യെസ്, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആദ്യം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഈ പറഞ്ഞ ചോദ്യം, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഭാഗം. യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർക്കുള്ള അപേക്ഷ കൊടുത്തു. നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. യെസ്, നിങ്ങൾ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുറിയുടെ പുറത്തിരിക്കുന്നു. നിങ്ങളുടെ റോൾ നമ്പർ വിളിച്ചു. നിങ്ങൾ അകത്തേക്ക് പോകുന്നു, വാതിൽക്കൽ നിൽക്കുന്നു. മേ ഐ കമിൻ സാർ എന്ന് പറയുന്നു. യെസ് കമിൻ എന്ന് അകത്ത് നിന്ന് പറയുന്നു. നിങ്ങൾ നടന്ന് അരികത്തേക്ക് ചെല്ലുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുന്നു. യെസ്, ശനി റോജി. Yes, sir. അപ്പൊ ശനിയാണ് വരുന്നത്, മനസ്സിൽ വിചാരിക്കേണ്ട. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശനി വരെയാണ്. യെസ്, അപ്പൊ വാതിൽക്ക് നിൽക്കുകയാണ് ശനി. ഷിനോയ്, ശനി റോജി. അവിടെ തുടങ്ങി ചോദിക്കൂ ശനി. ഞാനാണ്. അതല്ല, ശരിയാണ് കാൻഡിഡേറ്റ്. ഞാനാണ് ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നതിൽ പെട്ട ഒരാള്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. മേ കമിൻ തുടങ്ങി വരും. May I come in, sir? യെസ്, പ്ലീസ് കം. അപ്പൊ ശരി നടന്നു വന്നു. Good morning, sir. Hello. Hello.
ഹലോ സാറിനെ കണ്ടില്ലല്ലോ. നെറ്റ് പോയതാണോ? ഹലോ ഹലോ സാർ ലെഫ്റ്റ് ആയി പോയിക്കണ. അതെ, ഞാൻ വിചാരിച്ചു എന്റെ ഇതായി പോയി. ഞാനതെ. ഞാൻ ലെഫ്റ്റ് ആയിട്ടില്ല മക്കളെ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. അതെ, അതിന്റെ ടെക്നിക്കായ ഒരു കംപ്ലൈന്റ് പറ്റിയ നെറ്റ് പോയാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ പോവോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പൊ റെജി പോയോ ആ ഗ്യാപ്പില്? ഷിനോയ് പറഞ്ഞോളൂ. അപ്പൊ വന്നു മുട്ടി ഗുഡ് മോർണിംഗ്. അവിടെ ബാക്കി പറഞ്ഞോളൂ ഷിനി. ഞാൻ പറയുന്നു ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. യെസ്, ഞാൻ താങ്ക് യു പറയുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടേക്ക് യുവർ സീറ്റ് പറയുന്നത്. പറഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ശനിയുടെ ഫയൽ ഇങ്ങോട്ട് തരുന്നു, ഞങ്ങളത് വാങ്ങുന്നു, നോക്കുന്നു. യുവർ നെയിം ഈസ് ഷെനി. Yes sir. Where are you from? I am from Anandapuram sir. You are from Anandapuram. In which district? Thrissur district. Thrissur district. Yes. Okay, Sheni, please give an introduction about yourself. Okay. Good morning sir. I am Sheni from Thrissur in Anandapuram. Anandapuram in Thrissur എന്നല്ല പറയണ്ടേ? ഒരു മിനിറ്റ്. I am completed pre-primary TTC. I have 2 children. I like to join this school. Sir, please give me an opportunity in this school. I am പിന്നെന്താ പറയാ, I try my best sir. Thank you sir. Okay, welcome. Very good, very good. Yes, okay, okay. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ചിരിച്ചിട്ട് എടുക്കുള്ളൂ. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അവരൊന്നും കേട്ടായിട്ട് പറയില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ശനി നമുക്ക് ശരിയാക്കി എടുക്കാം. കാരണം ശനിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ശനി ഇപ്പോ സഡൻ അറ്റാക്ക് വന്നതുകൊണ്ടാണ് ശനി ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പകച്ചത്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് ശനി പോകുകയും ചെയ്യും, ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ആദ്യം നമ്മുടെ പേര് പറയാം. എന്റെ പേരില്ലതാണ്. വേണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് വരുന്നു അത് നമുക്ക് പറയാം. യെസ്, ഒക്കെ എല്ലാം കൂടി ഒരു 2 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ എടുക്കരുത്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, എലാബറേറ്റ് ചെയ്ത് വലിച്ചു നീക്കണം. യെസ്, അപ്പോ പേര് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, എന്തെല്ലാമാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്. യെസ്, കാരണം നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഒരു പക്ഷേ ഈ ജോലിക്ക് ആവശ്യമുള്ളതിൽ കൂടുതലായിട്ടുള്ള അഡീഷണൽ ആയ വല്ല ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. നിങ്ങൾ അതും പറയാ, മൈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ, ഐ പാസ്ഡ് PGDCA, ഐ ഹാവ് പാസ്ഡ് മൈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം റിമാർക്കബിൾ ആയിട്ടുള്ള മറ്റു ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ നിങ്ങൾ അതിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയിട്ടുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. യെസ്, ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളായിരിക്കും ആ വർഷത്തെ യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ. ഞാനത് അറിയണമെന്നില്ലല്ലോ, നിങ്ങളത് പറയുമ്പോഴല്ല എനിക്കത് അറിയാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് സംഭവിച്ച് നിങ്ങൾ നേടിയിട്ടുള്ള റിമാർക്ക്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഐ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ ലെവൽ ടെന്നീസ് ടൂർണമെന്റ്സ്. അപ്പോഴാണ് എനിക്കറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ ടീച്ചറെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടെന്നീസിന്റെ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റും. യെസ്, എന്നുള്ള ബോധം എനിക്ക് അപ്പോഴല്ല പോണത്. നിങ്ങളെ കൊണ്ട് എനിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ അറിയുന്നപ്പോഴാണ്. യെസ്, അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ആ വിവരം അത് കൊടുക്കുക, അഡീഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് കൊടുക്കുക. യെസ്, ഇനി നമ്മൾ പറയുന്ന ഒന്നിലും അഹങ്കാരം ഫീൽ ചെയ്യരുത്.
മനസ്സിൽ നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിലും വേർഡ്സിലൊന്നിലും എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ പറയുന്നത് ഐ ആം കോൺഫിഡൻറ്റ് അല്ല. ഈ ഒരു വേർഡ് ഉപയോഗിക്കാം. ഐ ക്യാൻ ടീച്ച് യു വെൽ എന്ന് പറയുന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഓ, എന്തൊരു അഹങ്കാരമാണ് ഇപ്പൊ എനിക്ക് പഠിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? പൊളൈറ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഐ ആം കോൺഫിഡൻറ്റ് ടു ടീച്ച് വെൽ. നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. യെസ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യാം, എന്നാലോ അഹങ്കാരമായിട്ട് മറ്റേ പുള്ളിക്ക് ഫീൽ ചെയ്യില്ല. യെസ്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നു. യെസ്. യെസ്, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ അപ്പൊ അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നിങ്ങളുടെ ടാലന്റിനെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ ടേസ്റ്റ് ആൻഡ് അഭിരുചി ഉണ്ടാവില്ലേ? യുവർ ഹോബി. യെസ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. യെസ്, മൈ ഹോബീസ്, അല്ലെങ്കിൽ ഹൗ ഡു ഐ യൂസ് മൈ ലീഷർ ടൈം, എങ്ങനെയാണ് ഞാൻ എൻ്റെ ലീഷർ ടൈം ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാം. യെസ്. യെസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവരൊന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ അതൊരു ചോദ്യം ചോദിക്കാം. ഷിനോയ് 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 റോജി പോയാ? ശനിയാണ് സാറേ. ശനി ചോദിച്ചു. ഓ സോറി, ശനി. ഞാനൊരു ചോദ്യം ചോദിക്കും. ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചോട്ടോ. സോ വാട്ട് ഈസ് ദ സാലറി ദാറ്റ് യു എക്സ്പെക്ട്? അതിനെന്താ മറുപടി പറയാൻ? ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു. ഞാൻ എന്റെ ഈ അവിടെ നിൽക്കട്ടെ. യെസ്, ഞാൻ ഈ ഉദാഹരണം പറയാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു മീറ്റിംഗ് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗിൽ ഞാനും അപ്പൊ ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. ഞാൻ അവിടെ PGക്ക് പഠിക്കുന്ന ആ സമയത്താണ്. അപ്പൊ അന്ന് സ്വാഗതം പറഞ്ഞപ്പോ എന്താണ് ഞാനാണ് പറഞ്ഞത് കോളേജിൽ. അപ്പോ എനിക്കറിയാവുന്ന പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ഞാൻ ആ പ്രിൻസിപ്പളിനെ എന്ത് ചെയ്തു, ഒന്ന് പൊക്കി എന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ ആ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ഒരു ഗുഡ് ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ അകത്തേക്ക് എനിക്കൊരു എൻട്രി കിട്ടി. അപ്പൊ അതുകൊണ്ടുണ്ടായ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിൽ നിന്ന് ഏറ്റവും നല്ല 2 പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ അയക്കാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ പരിപാടികൾക്കും ഒരു വിദ്യാർത്ഥി ഞാനായിരുന്നു. ഞാൻ പ്രഗത്ഭനായതുകൊണ്ടല്ല, മറിച്ച് എന്താണ് ഈ പ്രിൻസിപ്പളിന്റെ നോമിനിയായിട്ട് ഞാൻ കരുതുന്നത്. ഒന്ന് നമ്മുടെ PG ക്ലാസ്സിൽ പഠിക്കുന്ന ജോബിനെ വിട് എന്ന് പറയും. അങ്ങനെ പക്ഷെ അങ്ങനെ ഞാൻ പോയിട്ടുള്ള ക്ലാസ്സുകളിൽ എനിക്ക് ജീവിതത്തില് ഗുണകരമായ ഒരു 2-3 ക്ലാസ്. അതിലൊന്നാണ് ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യണത് FACTയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന ക്ലാസ്. യെസ്, അന്ന് ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലാസ് എടുത്ത സാറ് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുണകരമായിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗുണകരമാവും. അപ്പൊ അന്ന് എനിക്കിപ്പോൾ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ആ സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാറിന്റെ ക്ലാസ് എടുത്തപ്പോൾ പുള്ളി ബാങ്കിന്റെ എല്ലാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയും. ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂവില് പുള്ളി ഇന്റർവ്യൂ ബോർഡിലുണ്ട്. അപ്പോൾ അതിന്റെ ചെയർമാൻ വന്നിട്ട് ഇവരോട് പറയുന്നു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. കഴിയാവുന്നത്ര സ്ത്രീകൾ ഒഴിവാക്കിയിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരോട് പുള്ളി ബാങ്കിന്റെ പേരൊന്നും പറഞ്ഞില്ല. മുമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSRB എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായി. ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് അതിന്റെ പേര്. അപ്പൊ എല്ലാ 6 മാസം കൂടുമ്പോഴും നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് ആളുകൾ എടുക്കുന്നവരാണ്. അപ്പൊ 6 മാസം കൂടുമ്പോൾ അന്ന് ഇതേപോലെ ഇന്റർവ്യൂ ടെസ്റ്റ് നടക്കുമായിരുന്നു. ഇപ്പൊ അതില്ല, പണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. യെസ്. അപ്പോ ഇത് പറഞ്ഞു ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്ന ഒരു മഹാരാഷ്ട്രക്കാരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയാണ്.
ആ പെൺകുട്ടിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ ചെയർമാൻ തന്നെ അവരോട് പറഞ്ഞു, ലെറ്റസ് സെലക്ട്, നമുക്ക് ആ കുട്ടിയെ സെലക്ട് ചെയ്യാം. കാരണം സച്ച് എ റിമാർക്കബിൾ വാസ് ദ പെർഫോമൻസ് ബൈ ദാറ്റ് കാൻഡിഡേറ്റ്. അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്ത് ആ പെൺകുട്ടിയുടെ പെർഫോമൻസ്. അപ്പൊ നോക്കി ആ സാറ് പറഞ്ഞത്, നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ പെൺകുട്ടികൾ ഒഴിവാക്കാൻ പറഞ്ഞ അതേ ചെയർമാൻ തന്നെ പിന്നീട് പറഞ്ഞ സെലക്ട് ചെയ്ത. കാരണം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ മതി എന്ന് ആർക്ക് തോന്നുന്ന ഇന്റർവ്യൂ കൊണ്ട് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറയും. ഇപ്പൊ സ്വപ്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഓ, സ്വപ്ന ഞെട്ടിയില്ലേ? യെസ്, സ്വപ്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വപ്നയോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സ്പോർട്സിൽ നിന്ന് ചോദിക്കുകയാണ്. സ്വപ്ന അപ്പൊ എന്ത് പറയും? സ്വപ്നക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞ സംഗതി ഇഷ്ടമല്ലെന്ന് വിചാരിച്ചു. സത്യമുള്ളത് അല്ലേ? യെസ്, ഇഷ്ടമല്ല. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് സ്പോർട്സിലാണ്. അങ്ങനെ സ്പോർട്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോ സ്വപ്ന വേല പറഞ്ഞു, ഐ ഡോണ്ട് നോ സർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് സ്പോർട്സിൽ നിന്ന് തന്നെ. ആദ്യത്തെ ചോദ്യത്തിന് സ്വപ്ന ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞപ്പോ തന്നെ സ്വപ്നയുടെ മനസ്സൊന്ന് പെടച്ചു, കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറഞ്ഞു. ഓ, അത് കറക്റ്റ് ആണ്. അത് അങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്ന പോലെ അല്ല ഇന്റർവ്യൂ ബോർഡ് മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ബോർഡിൽ ഞാൻ ഫേസ് ചെയ്ത ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യെസ്, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യെസ്, അപ്പോ വീണ്ടും ചോദിച്ചു, സ്പോർട്സിന് ചോദ്യം ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് സ്വപ്ന എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ സാർ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വപ്നയുടെ ലെവൽ ഒന്നുകൂടി കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ? യെസ്, അപ്പൊ അതിലൊരു ടെക്നിക്ക് ഉണ്ട്. രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോൾ യു മസ്റ്റ് ആഡ് സെന്റൻസ്. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്യണം. രണ്ടാമത്തെ ഐ ഡോണ്ട് നോ ഉണ്ട് സ്വപ്ന പറയുന്നത്, ഐ ഡോണ്ട് നോ സാർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഇൻ ഇംഗ്ലീഷ് അല്ല. അതിന്റെ കൂടെ ആ സെന്റൻസ് ആഡ് ചെയ്യണം. എനിക്ക് സ്പോർട്സിൽ അത്ര വലിയ താല്പര്യമില്ല സാർ, എന്റെ താല്പര്യമുള്ള വിഷയം ഇന്നതാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവും, ഓ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, അല്ല യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ അവിടെ എന്താണ് റിപ്പീറ്റ് ചോദ്യം വരും. നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? യെസ്. എന്നിട്ട് ആ സാർ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഓർത്തു. ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാഷ്യർ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ആണ്, നാഷണലൈസ്ഡ് ബാങ്കിന്റെ. അപ്പോ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആൾ അന്ന് വന്നത് മുണ്ടെടുത്താണ് വന്നത്. പുള്ളിക്കാരെ ഈ കെയിം ബൈ മുണ്ട് എന്ന് പറയും. യെസ്. അപ്പോ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ പുള്ളി ഒന്നും കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എവിടെ നിന്നോ ഒരു ചോദ്യം കൃഷിയുമായി ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു. ആരോരാണ് ഈ ആയിരിക്കുന്നവരിൽ ഒരാൾ. അതിന് കൃത്യമായ ഒരു മറുപടി പുള്ളി പറഞ്ഞു. ആ കൃത്യമായ ഒരു മറുപടി പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോ വീണ്ടും ഈ കൃഷിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പുള്ളി ചോദിച്ചപ്പോ അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഈ കാൻഡിഡേറ്റ് കറക്റ്റായ മറുപടിയാണ് പറയുന്നത്. അപ്പൊ അവര് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് കാഷ്യർ പോസ്റ്റിലേക്ക് ഇയാൾ പറ്റില്ല, പക്ഷേ ഈ ബാങ്കിന് തന്നെ അഗ്രികൾച്ചറൽ വിങ് ഉണ്ട്, അതിന്റെ ബില്ലിംഗ് ആണെങ്കിൽ പുള്ളിയെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. കണ്ടോ? അത് യാദൃച്ഛികമായിട്ട് ഒരു കൃഷിയിൽ നിന്നൊരു ചോദ്യം വന്നത് കൊണ്ടാണ് ആ പയ്യനത് പറഞ്ഞത്. അത് അത്രയും ടാലന്റുള്ള പയ്യനായിരുന്നില്ല. നേരം വെച്ചാൽ കൃഷിയിൽ നിന്നുള്ള ചോദ്യം അവൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന കാൻഡിഡേറ്റിന് കൃഷിയിലാണ് താല്പര്യം എന്നുള്ള കാര്യം അവർക്കറിയാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ദിസ് കാൻഡിഡേറ്റ് വാസ് ദി സൺ ഓഫ് എ ഫാർമർ, ഒരു കൃഷിക്കാരന്റെ മകനാണ്. പുള്ളിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഒരു ഫീൽഡിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുക. നിങ്ങളുടെ ടാലന്റ് ഏതാണോ അവിടെ നിങ്ങൾ എക്സ്പെർട്ട് ആവുക. കാരണം നമ്മൾ അവിടെ പറയുന്നത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫീൽഡ് പറയുമ്പോൾ അവിടെ നമ്മൾ വട്ടപ്പൂച്ചയാവും. പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങളോട് ഡയറക്ടർ പറയാറുള്ള ഒരു വാചകം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ വൈകുന്നേരം അവിടെ 4 മണിയുടെ 5 മണിയുടെ ഗെയിംസിൽ പങ്കെടുത്തോണമെന്നുള്ളൂ. അപ്പൊ ചില ആൾക്കാർ വരുമ്പോഴേക്കും ചിലപ്പോൾ ബാസ്കറ്റ്ബോളിന്റെ ടീമായിട്ടുണ്ടാവും. അപ്പൊ അവര് വേഗം എന്ത് ചെയ്യും? വേറെ ഗെയിമിൽ കയറില്ല, വേഗം കുളിച്ച് വേഗം പോയിട്ട് പഠിക്കാൻ പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ വോളിബോൾ ടീം സെലക്ട് ആയിട്ടുണ്ടാവും. അപ്പൊ അവർ പിന്നെ വേറെ ബാസ്കറ്റ്ബോൾ ഫ്രീ ആണ്, പക്ഷെ അങ്ങോട്ട് കയറൂല. അവർ വേഗം തന്നെ വോളിബോൾ ഇല്ലേ വേണ്ട, അത് വേഗം കുളിച്ചിട്ട് പഠിക്കാനായിട്ട് പോകും. യെസ്. അപ്പൊ വൈകുന്നേരം ഡയറക്ടറിന്റെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയാനുള്ള വാചകമുണ്ട്, നിങ്ങൾ എല്ലാ കളികളും അറിഞ്ഞിരിക്കണം.
ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. ഞാനും അത് തന്നെ നിങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുക. ഒരെണ്ണത്തിൽ യു ബി എക്സ്പെർട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പെർട്ട് ആവും. ആ എക്സ്പെർട്ട് ആയാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി ചെയ്യും. നിങ്ങളെ തന്നെ ഒന്ന് അളക്കുക. അളന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എക്സ്പെർട്ട് ആവാൻ സാധ്യത ഏത് ഫീൽഡിലാണ്. അവിടെ നിങ്ങൾ എന്താവുക? എക്സ്പെർട്ട് ആവും. അങ്ങനെ നിങ്ങൾ എക്സ്പെർട്ട് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൂടി ചെയ്യുക? നിങ്ങളുടെ മക്കളെയും കൂടി ഒന്ന് നോക്കുക. പണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പറ്റിയില്ല, അല്ലെ? അലീസ തൊട്ടിരിക്കുന്ന പുത്രനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? കണ്ടു പറയണം, അവൻ ഇതിനകത്താണ് എക്സ്പെർട്ട്. അപ്പൊ അവൻ അപ്പോഴിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ അവൻ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അവൻ ടാലന്റഡ് ആവും. യെസ്, അല്ലെ? നയന പേടിക്കണ്ട, നയനയുടെ മകളും എന്താവും? ടാലന്റഡ് ആവും. അത് പറഞ്ഞു കൊടുത്ത് ഡെവലപ്പ് ഒരെണ്ണത്തിൽ എക്സ്പെർട്ട് ആക്കി. അപ്പൊ നമ്മൾ പാട്ട് പാടുന്ന മത്സരം നടക്കുമ്പോൾ നമ്മൾ പറയും, മിമിക്രി പറയട്ടെ, അവിടെ ഞാൻ കാണിച്ചു കൊടുക്കുക എന്റെ കഴിവ്, പാട്ടിൽ ഞാൻ എക്സ്പെർട്ട് അല്ല. യെസ്, യു ബി എക്സ്പെർട്ട് ഇൻ വൺ ഫീൽഡ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, whenever you attend an interview, നിങ്ങളുടെ പേര്, ആ പേരിന്റെ മീനിങ് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ചിലപ്പോൾ പേരുകൾക്ക് വ്യക്തമായൊരു മീനിങ് ഉണ്ട്. യെസ്, ഇപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ദ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്, ദീർഘ ക്ഷമയുള്ളവനാണ്. ഞാൻ അങ്ങേയറ്റത്ത് ക്ഷമയുള്ള മനുഷ്യനാണ്. യെസ്, ഇപ്പൊ ജോസഫ് എന്ന് പറയുന്ന വേർഡിന് എനിക്ക് അറിയാവുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ജോസഫ് എന്ന് പറയുന്ന വേർഡിന് ദ മാൻ എബവ് ടെംപ്റ്റേഷൻ എന്ന് മീനിങ് ഉണ്ട്. ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പേരിന് ഒരു മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. യെസ്, ഞാനിത് എന്റെ പേരും എന്റെ പേരിന്റെ മീനിങ്ങും ഞാനിത് അറിഞ്ഞ് വെച്ചു. ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പക്ഷേ അത്ഭുതം വിചാരിക്കും. തൃശ്ശൂര് PSC ഓഫീസിൽ വെച്ച് നടന്ന ഒരു PSCയുടെ ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് PSC മെമ്പർ ഉണ്ട്, ജില്ലാ PSC ഓഫീസർ ഉണ്ട്, അത് ഇവരൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ ഞാൻ ചെല്ലുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു നൽകിയതിനു ശേഷം എന്നോട് ചോദിച്ചത് സത്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരു തരി പോലും കളഞ്ഞു തന്നിട്ടില്ല. ഓ, യുവർ നെയിം ഈസ് ജോബ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഈസ് ജോബ്? ഫസ്റ്റ് ചോദ്യം ആ PSC മെമ്പർ ചോദിച്ച ചോദ്യം എന്താണ്? ഹു ഈസ് ജോബ്? ആരാണ് ജോബ്? ഞാനിത് പ്രതീക്ഷിച്ച ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പറഞ്ഞ നേരത്തെയുള്ള ഇന്റർവ്യൂവിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവര്, നിങ്ങളുടെ നാട്ടിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവര് ഇതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിരിക്കണം. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, ജോബ് ഇസ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ദ ബൈബിൾ. ജോബ് എന്ന് പറഞ്ഞ ഒരു സെയിന്റിന്റെ പേരാണ്, അത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു സെയിന്റിന്റെ പേരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുള്ളി ചോദിച്ചത്, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? ഈ ജോബിന്റെ ഫേമസ് ആയ ഒരു കൊട്ടേഷൻ ഉണ്ട് പറയാം. നിങ്ങൾ മനസ്സിലായി, ഞാൻ PSCയുടെ ഇന്റർവ്യൂവിലാണ് ആകാശത്തിന്റെ കീഴെയുള്ള ഏത് വിഷയത്തെ കുറിച്ച് ഒരു ചോദിക്കും. യെസ്, അപ്പൊ വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? അപ്പൊ ഞാൻ കൊട്ടേഷനൊക്കെ തട്ടിപ്പറ്റി പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, യുവർ ഐഡിയ ഇസ് ഗുഡ്, പക്ഷെ അത് അങ്ങനെയല്ല എന്നിട്ട് പുള്ളി കറക്റ്റ് ചെയ്തു. യെസ്, പക്ഷെ അതിന്റെ ഗുണം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുറച്ച് പേരിന്റെ ഉള്ളിൽ ഞാനുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളും ഇതുപോലെ ആയിരിക്കണം. നിങ്ങളുടെ പേരിനെ കുറിച്ച് പഠിച്ചിരിക്കണം. നിങ്ങളുടെ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ നാട്ടിൽ പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് പഠിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അവർ ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം, വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കും. ഫുള്ളി കോൺഫിഡൻസ് ഇല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിൽ നിന്നാണ് അടുത്തൊരു ചോദ്യം അവരുണ്ടാക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ശാലിനിയോട് ചോദിച്ചു. ശാലിനി ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞു, മൈ ഹോബി ഈസ് റീഡിങ്. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ വരും, വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്? പിടിവീണ നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞു പോയില്ലേ, ഇനി നമുക്ക് അവിടെ ഊരാൻ പറ്റില്ല. അപ്പൊ ശാലിനി എന്ത് ചെയ്യും? ഒന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഐ റീഡ് ഓട്ടോബയോഗ്രഫീസ്. ശാലിനി ഓട്ടോബയോഗ്രഫി കണ്ടിട്ടില്ല,
എന്നാലും എന്ന് പറയുന്നത് ഐ റീഡ് ഓട്ടോബയോഗ്രഫി. യെസ്. അപ്പൊ ഈ ഇരിക്കുന്ന ആള് കുറെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെ അതിൽ ഒരു 4 ഓട്ടോബയോഗ്രഫിയുടെ പേര് പറഞ്ഞു ചോദിച്ചിട്ട് പറയും ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ശാലിനി ഒന്നുകൂടി പെട്ടു. യെസ്. കണ്ടോ, ഒരു നുണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ പെട്ടുപോകും. അപ്പൊ അവിടെ ശാലിനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ വേറെ കട കാണുമ്പോൾ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ അവസാനം വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേരെന്ന് പറഞ്ഞു. അപ്പോഴും ശാലിനിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഉത്തരം പറയാൻ. അപ്പൊ റീഡിങ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ റീഡിങ് ഉണ്ട് അവിടെ നമുക്ക്. അല്ലാതെ നമ്മൾ കയറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിൽ നിന്നാണ് അവർ അടുത്ത ചോദ്യം ഫ്രെയിം ചെയ്യുന്നത്. യെസ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡിയാക്കി വെക്കുക. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ എവിടം വരെ പഠിച്ചു, നിങ്ങളുടെ ടാലന്റ് എന്താണ്, നിങ്ങളുടെ ഹോബി എന്താണ്, നിങ്ങൾക്ക് എത്ര ഭാഷ സംസാരിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും ഒരു 2 മിനിറ്റ് വരുന്നതുമായ ഒരു സംഗതി നിങ്ങൾ എഴുതിയിട്ട് ഇത് നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളും 100%. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ മൊബൈലിന്റെ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് അതിൻ്റെ അത് നോക്കിയിട്ട് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അത് കേട്ട് നോക്കുക. കേട്ട് നോക്കി കഴിയുമ്പോൾ പറ്റിയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കളഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞു നോക്കും. യെസ്. ദെൻ ഇത് നിങ്ങൾ ഓർക്കും എപ്പോഴാണെന്നറിയാമോ, ഇനി നിങ്ങൾ ശരിക്കും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ വരുമ്പോൾ നിങ്ങൾ ഓർക്കും, പണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഞാൻ പോയൊരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതും കൂടാതെ ഒരു വേറെയും എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ഒരു നൗണിനെ കുറിച്ച് പറഞ്ഞൊന്ന് ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ. സൈനിങ് ഓഫ്. ഓക്കെ, Thank you, sir. okay, we will meet in the next class. Okay. Thank you, sir. Thank you. Okay.